ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ വീണ്ടും സീരിയലിൻ്റെ റിവ്യൂയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ആദ്യമേ ഈ ഒരു കണ്ടൻറ്റ് ചൂസ് ചെയ്തതുകൊണ്ട് വേറൊന്നിലും എനിക്ക് വ്യൂസ് അധികം കിട്ടുന്നില്ല. സോ അതുകൊണ്ട് തന്നെ ഇതന്നെ വീണ്ടും ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെ ഉണ്ടാവും എന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ പറയാൻ വന്നത് ഇഷ്ടം മാത്രം എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആക്സിഡൻ്റായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ ഇഷിതേനെ അമ്മയായിട്ടാണ് അവൻ കാണുന്നത്. അവർ രണ്ടാളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് ചെയ്യുന്നത്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാരിക്കൊടുത്തും പിന്നെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞും അച്ഛൻ എപ്പോഴാണ് വരിക എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട് അച്ഛൻ 2 ദിവസം കഴിയും വരാൻ വേണ്ടിയിട്ട്. പിന്നെ ചിപ്പി എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇഷിത പറയുന്നുണ്ട് ചിപ്പിക്ക് എക്സാമാണ്, അതൊക്കെ കഴിയട്ടെ എന്ന് പറയും. എന്നിട്ട് കാണാമെന്നൊക്കെ പറയും. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കും. അച്ഛനുണ്ട്, അച്ഛമ്മയുണ്ട്, അച്ഛനുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ജോയിൻറ്റ് ഫാമിലി ആണല്ലേ എന്നൊക്കെ ഇങ്ങനെ ആദ്യം ചോദിക്കും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അവർ ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരിക്കൊടുത്തിട്ട് അതങ്ങനെ കഴിക്കും. എന്നിട്ട് സമയം കുറേ ആയി, 10 മണിയായി, ഉറങ്ങണ്ടേന്നൊക്കെ പറയും. അമ്മയും കൂടെ എൻ്റെ കൂടെ കിടക്കണം എന്ന് ആദ്യം പറയും. അങ്ങനെ 2 പേരും കൂടെ അവിടെ കിടക്കും. എന്നിട്ട് ഇഷിത ഇങ്ങനെ പറയും മോൻ ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ പോകും കേട്ടോ. അപ്പോൾ എവിടെയാണ് പോകുകയെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ അമ്മക്ക് 11 മണി മുതൽ 9 മണി വരെ ഡ്യൂട്ടി ഉണ്ട്. ഇവിടെ ഇപ്പം നേഴ്സ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സ്റ്റീഫൻ ഡോക്ടർ ഉണ്ടല്ലോ, പിന്നെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ, അമ്മ റിസപ്ഷനിസ്റ്റാണ്, ജോലി കഴിഞ്ഞിട്ട് അമ്മ ഇവിടെ വരും എന്നൊക്കെ ഇങ്ങനെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കും. അങ്ങനെ പെട്ടെന്ന് തന്നെ ഉറങ്ങി. എന്നിട്ട് വേഗം ഇഷിത ആദ്യയുടെ കണ്ണടക്കി എടുത്ത് മാറ്റി പുതപ്പിച്ചു കൊടുത്തിട്ട് അവിടുന്ന് വേഗം ഇറങ്ങി. എന്നിട്ട് പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ സ്വപ്നവലിയുടെ അടുത്ത്. അവിടെ ഭയങ്കര രൂക്ഷമായിട്ടിരിക്കുകയാണല്ലോ. ഇന്നലെ കോഫി ഹൗസിൽ വെച്ചിട്ട് ഒരുത്തൻ്റെ കൂടെ കണ്ടു എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇന്നലെ വന്നത് 3 മണിക്ക്, വെളുപ്പിന് 3 മണിക്ക്. ഇന്നും അങ്ങനെ തന്നെ. ഇതെന്താ നമ്മളൊക്കെ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ ഇങ്ങനെ സ്വപ്നവല്ലിയും മഞ്ജുമയും കൂടെ ഇങ്ങനെ കുറ്റം പറയുന്നുണ്ട് ഇഷിതയെ. അപ്പോൾ നമ്മുടെ ഇന്ന് എന്താ ഇവള് വൈകിയതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് ഇങ്ങനെ സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ അപ്പോൾ പറയും അത് ഹോസ്പിറ്റലിൽ എന്തെങ്കിലും ഇന്നലെയും രാമനോട് ചോദിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും, ഇന്നും അങ്ങനെ തന്നെ, വലിയ ഡോക്ടറല്ലേ അവൾ, ഹോസ്പിറ്റലിൽ എന്തെന്നുണ്ടാവാനാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ ഇങ്ങനെ അവളെ കുറ്റം പറയും. അവൾക്ക് വേറെ കെട്ടിയവനുണ്ടാവും, അതായിരിക്കും ഇത്ര ലേറ്റ് ആവുന്നുണ്ടാവും, വേറെ ആരെങ്കിലും ഉണ്ടാവും. അപ്പോൾ മഞ്ജു പറയും അത് ശരി, അമ്മ പറഞ്ഞത് ശരിയാണ്, ആദ്യം ഒരു പ്രേമം ഉണ്ടായിരുന്നല്ലോ, പിന്നെ അത് പൊട്ടിയപ്പോൾ വീണ്ടും ഒരു പ്രേമം ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടാണല്ലോ പിന്നെ നിശ്ചയം ഉണ്ടായത് എന്നൊക്കെ ഇങ്ങനെ പറയും. ഇപ്പോഴും വേറൊരുത്തനുണ്ടാവും, വേറെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അന്വേഷിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ വെറുതെ പറയാൻ പാടില്ല, രാമൻ പറയും, വെറുതെ അറിയാത്ത കാര്യം പറയാൻ പാടില്ല, പറഞ്ഞ വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയും രാമൻ. പക്ഷേ അതൊന്നും നമ്മുടെ സ്വപ്നവല്ലി കാര്യമാക്കിയില്ല. സ്വപ്നവല്ലി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. പിന്നെ എന്തിനാ ഇത്ര വൈകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. ഇന്നലെയും വൈകി, ഇന്നും വൈകി. ഇനി ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഈ ബന്ധം നമുക്ക് വേണ്ട, ഇങ്ങനെ ഒരുത്തിയെ വേണ്ട. അവളിവിടെ കാല് കുത്തി ആ ഒരു നിമിഷം തൊട്ടന്നെ ഇവിടെ കുടുംബത്തിലെ സമാധാനം സന്തോഷമൊക്കെ പോയി. 100 ആൾക്കാർ ഒരിക്കലും ചേരില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ മഞ്ജുമയും പറയും. അപ്പോൾ അമ്മ ഇപ്പം ഈ തീരുമാനം അമ്മ പറയും, പക്ഷെ പിന്നെ ഈ തീരുമാനം അമ്മ മാറ്റും, കാല് മാറും, അമ്മ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ മാറും എന്നിങ്ങനെ മഞ്ജുവും പറയുന്നുണ്ട്. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട് ഇല്ല, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞ് ഈ ബന്ധം നമുക്കിനി വേണ്ട, അവൾ വേണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. പ്രിയാമണി നമ്മളെ ചതിച്ചതാണ്, അവൾക്ക് വേറെ ബന്ധമുണ്ട്, പ്രിയാമണി എൻ്റെ മോൻ ചതിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയും. ഇഷിതയെ കുറ്റം പറയും, ഇന്നലത്തെ അതേ സംഭവങ്ങൾ തന്നെ. എന്നിട്ട് അപ്പോൾ നമ്മുടെ രാമൻ പറയും. അപ്പോൾ സ്വപ്നവല്ലി ഇങ്ങനെ പറയും ഞാൻ അപ്പുറം പോയിട്ട് പറയാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. അപ്പോൾ സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് പോവും. മഞ്ജുമയോട് എന്നിട്ട് ഇങ്ങനെ പറയും നീ നിൻ്റെ അമ്മയെ പിടിച്ച് വെക്കില്ല, അവിടെ പോയിട്ട് അവൾ കൊളാക്കും എന്നൊക്കെ പറയും. അപ്പോൾ മഞ്ജുമ അതിൽ നിന്ന് കഴിയൊഴിയും. എന്തിനു ഞാൻ വെറുതെ പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് 100 കഥകളാണ്. അപ്പോൾ സ്വപ്നവല്ലി അവിടെ നിന്ന് ഇറങ്ങി, പക്ഷേ ഇപ്പോൾ എത്തിയില്ല. അപ്പോൾ 100 ഇങ്ങനെ നമ്മുടെ മാഷ് ചോദിക്കുന്നുണ്ട് ഇഷിത എത്തിയായിരിക്കുമോ എന്നൊക്കെ പറയാണ്. അപ്പോൾ സുജിയോട് ചോദിച്ചാൽ അറിയാൻ പറ്റുന്നിട്ട് സുജിയെ വിളിക്കും. അപ്പോൾ എന്നിട്ട് അവളോട് ചോദിക്കും ഇഷിത എത്തിയോ, നിൻ്റെ അടുത്ത് GPS ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നെയാണുള്ളത്, വരുന്ന വഴിയിൽ ഒരാളെ കാണാനുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് അപ്ഡേഷൻ എന്നുള്ള കാര്യം സുജി പറയും. എന്നിട്ട് അവൾ എത്തിയാൽ പറയണം കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ സുജി പറയും എനിക്ക് ഉറങ്ങണ്ടേ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ അവൾ വന്നിട്ട് നീ ഉറങ്ങിയാൽ മതി എന്ന് പ്രിയാമണിയും പറയും. അപ്പോഴേക്കാണ് നമ്മുടെ സ്വപ്നവല്ലി ബെല്ലടിക്കും. അങ്ങനെ സുജി പോയി തുറക്കും, സ്വപ്നാമ്മയാന്ന് പറയും. എന്നിട്ട് സ്വപ്നവല്ലി അകത്ത് വന്നിട്ട്
ആസ് യൂഷ്വൽ ഭയങ്കര അടി തന്നെ. എന്താ നിങ്ങളുടെയൊക്കെ വിചാരം, നിങ്ങളുടെ മോൾ ഇനിയും വീട്ടിലെത്തിയിട്ടില്ല, അവർക്ക് വേറെ ആരെങ്കിലും ഉണ്ടോ, വേറെ കെട്ടിയവനും കുട്ടികളൊക്കെ ഉണ്ടോ, അവരുടെ അടുത്ത് പോയതാണോ, ഇന്നലെയും വെളുപ്പിന് 3 മണിക്കാണ് വന്നത്, ഇന്നും അങ്ങനെ തന്നെ എന്നൊക്കെ പറയും. അപ്പോൾ മാഷ് പറയും ഇന്നലെ ലേറ്റായി വന്നതിന് ഞാൻ ഇന്ന് രാവിലെ തന്നെ അവളെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ശാസിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ ഇന്നലെ ശാസിച്ചെന്ന് വെച്ചിട്ട് അങ്ങനെയല്ല ആയോ, അപ്പോൾ ഇന്നും ലേറ്റ് ആക്കുകയാണ്, അവളെന്താ വിചാരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അവൾ വരട്ടെ, ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും, അവൾ വരട്ടെ ചോദിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ അതൊന്നും വേണ്ട, ഞാനൊരു കാര്യം തീരുമാനിച്ചു, ഈ ബന്ധം അങ്ങോട്ട് വേർപ്പെടുത്താം എന്നൊക്കെ പറയും. അത് മാത്രം അവൾ കുടുംബത്തിൽ കാലെടുത്ത് വെച്ചപ്പോൾ തന്നെ സമാധാനം സന്തോഷമൊക്കെ പോയി. പിന്നെ അമ്മായിയമ്മയെ റെസ്പെക്റ്റ് ഇല്ല, അമ്മായിയമ്മ പരിഹസിക്കുന്നു, പറഞ്ഞാൽ ഒരു വക കേൾക്കില്ല, ഒന്നും കേൾക്കില്ല. ഇങ്ങനെ എന്താ പറയുക, ഹസ്ബൻഡിൻ്റെ മേത്ത് എപ്പോഴും അവൻ്റെ മേലെ ചാടി കയറുകയാണ്, എപ്പോഴും ചോദ്യം ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പ്രിയാമണി പറയും ഞങ്ങളുടെ മോളെക്കുറിച്ച്, മാഷ് പറയും ഞങ്ങളുടെ മോളെക്കുറിച്ച് നമുക്ക് നല്ലോണം അറിയാം. അപ്പോൾ പ്രിയാമണിയും അങ്ങോട്ടേക്ക് ഇങ്ങനെ പറയും, ഇനി അഥവാ ഈ ബന്ധം വേർപ്പെടുത്തുവാണെങ്കിൽ വേർപ്പെടുത്തിക്കോ, എനിക്ക് എൻ്റെ മോളെ നോക്കാൻ നല്ലോണം അറിയാം, ആ അഴുക്ക് ചാലുന്ന എൻ്റെ മോള് രക്ഷപ്പെട്ടെന്ന് നമ്മൾ വിചാരിച്ചോളാം, എൻ്റെ മോളെ പൂവിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് സ്വീകരിക്കും, ഒരു കുഴപ്പമില്ല, എൻ്റെ മോളെ നോക്കാൻ നമുക്കറിയാം, എൻ്റെ മോൾ എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പ്രിയാമണിയും പറയും. എന്തായാലും ഞങ്ങൾക്ക് ഈ ബന്ധം വേണ്ടതാണ് നമ്മുടെ സ്വപ്നവല്ലി പറയുന്നത്. അപ്പോൾ മാഷ് പറയുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണ്ടെന്നാണെങ്കിൽ എൻ്റെ മോള് എങ്ങനെയാണെന്നുള്ള കാര്യം എനിക്കറിയാം, നല്ലത് മാത്രമേ അവൾ ചെയ്യുള്ളൂ, നല്ലതൊന്നും നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ മോളെ വന്ന് അവിടെ നിന്ന് കൊണ്ടുപോയിക്കോളാം, പക്ഷെ അത് പറയേണ്ടത് നിങ്ങളല്ല, മഹേഷാണ്. അവളെ കെട്ടിയത് മഹേഷാണെങ്കിൽ മഹേഷാണ് പറയേണ്ടത്. അപ്പം മഹേഷിനും നിങ്ങൾ പറഞ്ഞ അതേ അഭിപ്രായമാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് പറയും. സ്വപ്നവല്ലി പറയും മഹേഷ് എന്താണ് പറയേണ്ടത് ഞാനാണ് തീരുമാനിക്കുന്നത്, എൻ്റെ തീരുമാനം തന്നെയാണ് മഹേഷിൻ്റെ തീരുമാനം എന്നൊക്കെ ഇങ്ങനെ സ്വപ്നവല്ലി പറയും. അപ്പോൾ അത് മഹേഷ് പറയട്ടെ, നിങ്ങൾ പറയേണ്ടെന്നിങ്ങനെ നമ്മുടെ മാഷ് പറയും. എന്നിട്ട് സ്വപ്നവല്ലിയോട് പറയും സമയം കുറേ ലേറ്റായി, ഇറങ്ങിപ്പോകാൻ പറയുന്നതിന് മുന്നേ ഇറങ്ങുന്നതല്ലേ നല്ലത് ഇങ്ങനെ പറഞ്ഞ് സ്വപ്നവല്ലിയോട് പറയും. അപ്പോൾ സ്വപ്നവല്ലി പറയും ഇങ്ങനെ പോയിട്ട് തിരിച്ചു വേണ്ടി വീണ്ടും പറയും, വീണ്ടും എപ്പോഴുള്ള ഡയലോഗ് നിങ്ങൾ അനുഭവിക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക. അങ്ങനെ അതവിടെ കഴിഞ്ഞു. പിന്നെ അപ്പോൾ പ്രിയാമണി പറയും ഷോ ഇറക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയും. അപ്പോൾ മാഷ് പറയും മതി നിർത്ത് പ്രിയാമണി, അവൾ വരട്ടെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നതാണ് നമ്മുടെ ആകാശ് മേനോൻ ഇന്നലെ ആക്സിഡൻ്റ് ആയ സ്ഥലത്ത് വന്നിട്ട് ചെറിയൊരു അന്വേഷണമൊക്കെ നടത്തും. അവിടെ ഉണ്ടായ ഒരു കടയിലെ ആളോട് ഇങ്ങനെ ചോദിക്കും ഇന്നലെ ഒരു ആക്സിഡൻറ്റ് നടന്നില്ലേ, പയ്യന് എന്ത് സംഭവിച്ചു, എന്തൊക്കെയാണ്, ആരാണ്, ഏത് കാറാണ് ഇടിച്ചത്. അപ്പോൾ കടക്കാരൻ പറയും ഏത് കാറാണ് ഇടിച്ചതെന്നൊന്നും അറിയില്ല, ഒരു പയ്യനാണ് 10 വയസ്സായിട്ടുണ്ടാവും, ഇവിടുന്ന് ചിപ്സ് വാങ്ങിച്ചിട്ട് പോകുമ്പോഴാണ് ആക്സിഡൻ്റ് ആയതെന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയും. അപ്പോൾ ആരാ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരു സ്ത്രീയാണ് അവനെ കൊണ്ടുപോയത്, ഒരു ആണിൻ്റെ സഹായത്തോടെ സ്ത്രീയാണ് കൊണ്ടുപോയതെന്നൊക്കെ ഇങ്ങനെ പറയും. എവിടേക്കാണ് കൊണ്ടുപോയെന്നോ ഇല്ല ആ സ്ത്രീയെ കണ്ടാൽ തിരിച്ചറിയുന്നൊക്കെ ആകാശ് മേനോൻ ഇങ്ങനെ ചോദിക്കും. പക്ഷേ കടക്കാരൻ പറയും എനിക്ക് അങ്ങനെ മനസ്സിലാവില്ല, ഞാൻ ഇവിടെ നിന്നാണ് കണ്ടത്, കുറച്ച് ദൂരത്തു നിന്നാണ് കണ്ടത്, അതുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല, പിന്നെ എന്താ സംഭവിച്ചതെന്നൊന്നും അറിയില്ല, ഏത് കാറാണെന്നും അറിയില്ല. അങ്ങനെ അയാളെ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, കണ്ട കാര്യം മാത്രം, സ്ത്രീയെ തിരിച്ചറിയുന്നു, കാറ് തിരിച്ചറിയുന്നു, അങ്ങനത്തെ ഒന്നും സംഭവങ്ങളൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആകാശ് ഇങ്ങനെ ചോദിക്കും എന്തെങ്കിലും ആ പയ്യൻ മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തെങ്കിലും അറിയാമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ കടക്കാരൻ പറയും ഇല്ല അതൊന്നും അറിയില്ല എന്ന് പറയും. അപ്പോഴേക്കാണ് ഇഷിതി അവിടെ വരിക. ഇഷിതി അവിടെ വന്നിട്ട് ഇന്നലത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കും, എന്താ സംഭവിച്ചതെന്നൊക്കെ ഒന്ന് ഓർമ്മിച്ചെടുക്കും. അപ്പോഴേക്ക് ആകാശ് മേനോൻ കാണും. എന്നിട്ട് ഇഷിതിയോട് ചോദിക്കും ഇഷിതി എന്താ എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ ഇഷിതി പറയും അത് പിന്നെ എൻ്റെ കാറ് ഒന്ന് എന്തോ കംപ്ലയിൻ്റ് ഉണ്ട്, അതുകൊണ്ട് നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്, എയർ കുറവാന്ന് തോന്നുന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ എന്നിട്ട് കാർ എവിടെയാണല്ലോ ഉള്ളത്, ഇഷിതി എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഇഷിതി പറയും അത് ഞാൻ പിന്നെ വർക്ക്ഷോപ്പിൽ ആരെയും കിട്ടുമെന്ന് നോക്കിയതാണ്, പക്ഷേ കുഴപ്പമൊന്നുമില്ല കാറിന്, ഞാനിനി അടുത്ത വർക്ക്ഷോപ്പിൽ കാണിച്ചോളാം എന്നൊക്കെ പറയും. അപ്പോൾ ആകാശ് എന്താ ഇവിടെ നിന്ന് തിരിച്ച് ഇഷിത അങ്ങോട്ട് ചോദിക്കും. അപ്പോൾ പറയും അത് പിന്നെ ഇന്നലെ ഒരു ആക്സിഡൻറ്റ് നടന്നിരുന്നു, ഒരു ചെറിയ പയ്യനായിരുന്നു, ഒരു 10 വയസ്സേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കാര്യങ്ങൾ പറയും. പിന്നെ ഇഷിതയുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ വല്ലത് കേസും വന്നിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ഇഷിത പെട്ടെന്ന് പറയും അങ്ങനെയൊന്നും വന്നില്ല, എനിക്ക് അറിയില്ല, ഒന്നുമില്ല, എനിക്ക് പെട്ടെന്ന് പോകണം, ലേറ്റ് ആയില്ലെന്ന് പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോകും. ആകാശ് മേനോന് അപ്പോൾ സംശയമൊന്നും തോന്നിയില്ല. എന്നിട്ട് എന്നാലും ആദിക്ക് എന്തെങ്കിലും പറ്റിയോ, ആകെ ഒരു മനസ്സമാധാനക്കേടായല്ലോ, അത് ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആകാശ് മേനോൻ ചിന്തിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്.